ഹലോ എവ്രി വൺ, വൈസ്മൻ ഓവർസീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് സീനിയർ കെയറിന് തുല്യമായ എന്ന് വെച്ചാൽ 11.90 പെർ അവർ വേജസ് റിക്വയർമെൻറ്റ് മാത്രമുള്ള, എന്നാൽ നമുക്ക് ഈ സീനിയർ കെയറോ അല്ലെങ്കിൽ IT അല്ലാതെ വിസ സ്റ്റാമ്പ് ചെയ്യാൻ പോസിബിലിറ്റീസ് ഉള്ള പ്രൊഫഷൻസാണ് ഞാനിതിൽ കാണിക്കുന്നത്. ഈ കാണിക്കുന്നത് UK ഗവൺമെൻറ്റിൻ്റെ ഓൺ വെബ്സൈറ്റായ gov.uk എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഡയറക്റ്റായിട്ട് പോയി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിതിലൊരു ബെഞ്ച് മാർക്ക് ഞാനിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഞ്ച് മാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15.50 പെർ അവർ സാലറി റിക്വയർമെൻറ്റ് തൊട്ട് താഴത്തോട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഏറ്റവും ബേസ് മിനിമമായ 11.90 മാത്രം റിക്വയർമെൻറ്റുള്ള ജോബ് പൊസിഷൻസാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. വീഡിയോ ഒരല്പം ലെങ്തിയാണ്, കാരണം ഈ വീഡിയോയിൽ ഒരുപാട് ജോബ് പ്ലേസ്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് പല പൊസിഷൻസ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നും കയറി പോകുന്ന ആളുകൾക്ക് വർക്ക് വിസ അടിക്കാവുന്ന ഒരു ഓപ്ഷൻ അല്ല ഞാൻ ഈ കാണിക്കുന്നത്. ഇത് കൂടുതലും അവിടെയുള്ള ഒരു വ്യക്തിക്ക്, അവിടെ ആ പർട്ടിക്കുലറായിട്ടുള്ള പ്രൊഫഷനിലുള്ള ആ സ്കില്ല് പഠിച്ചിട്ടുള്ള വ്യക്തികൾക്ക് അപ്ലൈ ചെയ്യാവുന്ന പൊസിഷൻസാണ് ഇതിൻ്റെ അകത്ത് കൂടുതലും ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഇത് സ്ക്രോൾ ചെയ്ത് പോകുന്നത് ഏകദേശം പല ജോബ് പൊസിഷൻസും ഇതിൻ്റെ അകത്ത് ഉണ്ട്. പല ജോബ് പൊസിഷൻസിനും അതിൻ്റേതായ കോഡുകളുമുണ്ട്. നിങ്ങളുടെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ 4 ഡിജിറ്റിൽ വരുന്ന ആണ് ഈ ജോബ് കോഡ്. ആ ജോബ് എന്താണ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് അതിൻ്റെ തൊട്ട് അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഏതെല്ലാം പൊസിഷനിലുള്ളവർക്ക് ആ ജോബ് കോഡിൽ വരും എന്നുള്ളതും കാണാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നതാണ് ഈ ജോലിയുടെ ഏറ്റവും മിനിമം സാലറി ഗവൺമെൻറ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പഴയ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, UK ഗവൺമെൻറ് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു 38,000 സംതിങ് വരും എന്നുള്ള ഒരു സാലറി അല്ലാതെ അവർ പല ജോബ് പൊസിഷൻസിനും പല പർട്ടിക്കുലറായിട്ടുള്ള സാലറി അവർ സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് പോവാവുന്ന ആ ജോലിക്ക് റിക്വയർഡ് ആയിട്ടുള്ള എംപ്ലോയർക്ക് ഏറ്റവും ലോവസ്റ്റ് സാലറിയിൽ കൊടുക്കാം എന്ന് പറയുന്നതാണ് ഏറ്റവും ലാസ്റ്റ് കാണുന്നത് പെർ അവർ സാലറിയിൽ വരുന്നതും അതിൻ്റെ ആനുവലി എത്ര വരും എന്നുള്ളതും. ഇതിൽ ഏറ്റവും കുറഞ്ഞ സാലറിയിൽ നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്യാവുന്ന സാലറിയാണ് 11.90 എന്ന് പറയുന്നത്. തൊഴിൽ സീനിയർ കെയറോ അല്ലെങ്കിൽ IT മാത്രമല്ല, മറ്റ് പല പ്രൊഫഷൻസും വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പോസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജോബ് കോഡും ഡിസ്ക്രിപ്ഷൻ ഏതാ എന്നുള്ളതും ആ ഡിസ്ക്രിപ്ഷനിൽ ആ ജോലി കാറ്റഗറിയിൽ വരുന്നത് ഏതെല്ലാമാണെന്ന് നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാം. ഇനി ഇത് മെയിൻലി അവിടെ ചെന്നിട്ട് ഉള്ളവർക്കാണ് എന്ന് ഞാൻ ഓൾറെഡി ഈ വീഡിയോയുടെ തുടക്കം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് നാട്ടിൽ നിന്നും ഈ ഒരു പൊസിഷൻസിലേക്ക് ഡയറക്റ്റ് വർക്ക് വിസ കിട്ടി പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ വീഡിയോ ഉപയോഗിച്ച് ഇനി വേറെ ആരെങ്കിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വർക്ക് വിസ ഈ പൊസിഷനിലൊക്കെ എടുത്ത് തരാം എന്നുള്ള കാര്യം അങ്ങനെ നടക്കാൻ ഒരു സാധ്യതയില്ല എന്നുള്ളത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു രീതിയിലുള്ള ട്രാപ്പിന് പോയി ചാടാതിരിക്കാനുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഞാൻ മുൻകൂട്ടി ഈ വീഡിയോയിൽ പറയുകയാണ്. ഞാൻ ഈ കഴ്സർ വെച്ച് നിങ്ങളെ സൂചിപ്പിച്ച് തരുന്ന പൊസിഷൻസ് ഏതാണെന്നുള്ളതും അതിൻ്റെ ജോബ് കോഡും അതിൻ്റെ സാലറി റിക്വയർമെൻറ്റ് സ്റ്റാൻഡേർഡ് എത്രയാണെന്നുള്ളതും ബേസ് മിനിമം എത്രയാണ് പോകാവുന്നതെന്നുള്ളതും ഞാൻ കഴ്സർ വെച്ച് ഞാൻ പർട്ടിക്കുലറായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാവുന്ന പോലെ തന്നെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് PDF ഫോർമാറ്റിലും ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് പിന്നീട് ചെക്ക് ചെയ്ത് നോക്കുകയോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിൽ തന്നെ കയറി ചെക്ക് ചെയ്ത് നോക്കുകയോ ചെയ്യാം. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ജോബ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞ കാര്യം ഹോം ഓഫീസ് എവറി സെവറൽ ഇൻ്റർവെൽസിൽ അവരത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇതിൽ പലതും വരും പലതും പോകും എന്നുള്ളൊരു സാഹചര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റി പിന്നീട് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് കാലം കഴിഞ്ഞ് ഇതിൽ കയറി നോക്കിയാൽ ചിലപ്പോൾ ഇത് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കാരണം UK ഹോം ഓഫീസ് അവരുടെ ജോബ് റിക്വയർമെൻ്റ് അനുസരിച്ച് ഇതിൻ്റെ അകത്ത് പ്രൊഫഷൻസ് ആഡ്
ആഡ് ചെയ്യുകയും അതുപോലെ തന്നെ റിമൂവ് ചെയ്യുകയും ചെയ്യും. അതുപോലെ മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ അകത്തുള്ള സാലറിയുടെ റിക്വയർമെൻറ്റും എന്നുള്ളത്. ഇതിപ്പോൾ ലാസ്റ്റ് ഒരു ഇത്ര നാളായിട്ട് ഇത് തന്നെയാണ് റിക്വയർമെൻറ്റ് എന്നുണ്ടെങ്കിലും മേ ബി ഒരു 6 മന്ത്സോ അല്ലെങ്കിൽ 8 മന്ത്സോ ശേഷം അവർ അവിടുത്തെ ആ ഒരു പർട്ടിക്കുലർ ജോബിന് കൂടുതൽ ആപ്ലിക്കേഷൻസ് വന്നു, ആ ജോബ് ഇതെല്ലാം ഫില്ലായി പോയി എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ ആ ഹോം ഓഫീസിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അവർ വേണമെങ്കിൽ ഇതിൽ സാലറിയുടെ റിക്വയർമെൻറ്റ് കൂട്ടാനോ അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലുള്ള സാലറി റിക്വയർമെൻറ്റ് ഉള്ളതാണെങ്കിൽ ആ സാലറി റിക്വയർമെൻറ്റ് കുറയ്ക്കാനോ ഉള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ അതിനുള്ള റൈറ്റ്സ് ഹോം ഓഫീസിനുണ്ട്. അങ്ങനെയുള്ള ചേഞ്ചസ് എല്ലാം ഈ വെബ്സൈറ്റിൽ വരികയും ചെയ്യും. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു ലൈവ് വീഡിയോ ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്ന് കുറച്ച് ടെക്നിക്കൽ എറർ കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആ വീഡിയോസിന് കുറച്ച് വ്യൂസ് വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡിങ് ഇത് ഫുൾ റെക്കോർഡിംഗ് ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിൽ നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എടുത്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന പല പ്രൊഫഷൻസിനും നമ്മളുടെ നാട്ടിൽ നിന്നും ആക്ച്വലി അങ്ങോട്ടേക്ക് സ്റ്റുഡൻറ്റ് വിസ കിട്ടാൻ സാധ്യത കുറവുള്ളതാണ്. കാരണം അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി പ്രോഗ്രാമിലോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലോ അവൈലബിൾ അല്ല എന്നുള്ളത് ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യമാണ്. ഡിഗ്രി പ്രോഗ്രാംസ് എന്ന് നമ്മൾ പറയുമ്പോൾ പല കോഴ്സുകളുണ്ട്. കൂടുതലും നമ്മുടെ നാട്ടിൽ നിന്ന് നേഴ്സിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഫഷൻസാണ് പലവരും ഓപ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇതിന് പുറമെയുള്ള പല കോഴ്സുകളും നമുക്ക് വളരെ കുറഞ്ഞ സാലറി റിക്വയർമെൻറ്റിൽ പല ജോബ്സും അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെൽഡർ, ഫിറ്റർ, അതുപോലെ ഹൗസിങ് എന്ന് തുടങ്ങിയ അതുപോലെ ബിൽഡർ, പിന്നെ അങ്ങനെയുള്ള പല പൊസിഷനിലും ഈ ഏറ്റവും കുറഞ്ഞ സാലറിയുടെ റിക്വയർമെൻറ്റേ വരുന്നുള്ളൂ. ഈ 11.50 എന്ന് പറഞ്ഞ റിക്വയർമെൻറ്റേ വരുന്നുള്ളൂ. അതേപോലെ തന്നെ പോലീസ് ഓഫീസർ, ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ എന്നിങ്ങനെയുള്ള പല ഡെസിഗ്നേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ അങ്ങനെയുള്ള ആ ഒരു ഡെസിഗ്നേഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് കോഴ്സസ് ഇല്ല. അത് അവിടെ ചെന്നതിന് ശേഷം എന്തെങ്കിലും ക്രാഷ് കോഴ്സോ തുടങ്ങി എന്തെങ്കിലുമുള്ള ചെറിയ കോഴ്സുകൾ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പൊസിഷൻ്റെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, ഇൻറ്റീരിയർ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ളൊക്കെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറഞ്ഞ സാലറിയിൽ നിങ്ങൾക്ക് സ്റ്റാമ്പ് ചെയ്യാമെന്ന് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് നാളായിട്ട് ഞാൻ പലപ്പോഴും പറയണതാണ്, നിങ്ങൾക്ക് ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പൊസിഷൻ നിങ്ങൾക്ക് പോസിബിളാണ് എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ, യോഗ ടീച്ചർ, അതേപോലെ ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻറ്റ് എന്ന് തുടങ്ങിയുള്ള പല ഡെസിഗ്നേഷൻസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഫഷൻസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഡേറ്റ അനലിസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും പറയാറുണ്ട് മാനേജ്മെൻറ്റ് സബ്ജക്ട്സിന് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഈവൻ മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല സാലറി ഓഫർ ചെയ്യുന്ന പൊസിഷൻസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതിൽ എല്ലാത്തിനും ഉള്ള കോഴ്സുകളില്ലെങ്കിൽ പോലും ഞാൻ ഈ മെയിനായിട്ട് പറഞ്ഞ ഹെൽത്ത് കെയർ, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, അതുപോലെ തന്നെ ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ്, ഇതിന് ഈ പറഞ്ഞ കോഴ്സുകൾക്കും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിലൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പൊസിഷൻ നോക്കാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു വേഗമായിട്ടുള്ള ഐഡിയ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കാം. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്കൊന്ന് പോസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ ഇതിനാണ് ഏറ്റവും കുറഞ്ഞ സാലറിയിൽ നമുക്ക് ഏതെല്ലാം ഡെസിഗ്നേഷനാണ്, ഏതെല്ലാം ജോബ് വേക്കൻസീസാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം.
ഓൾറെഡി സെപ്റ്റംബർ ഇൻടേക്ക് കോഴ്സുകൾ ഓപ്പണാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് അറ്റ് ദ എയർലിസ്റ്റ് തന്നിട്ട് ട്രൈ ചെയ്യാം. ഈവൻ BSc നഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകളെല്ലാം തന്നെ ഈ പറഞ്ഞ സാലറി ലിസ്റ്റിലുണ്ട്. പക്ഷേ ഇത് ഷോർട്ടേജ് ഓക്യുപ്പൻസി ലിസ്റ്റിൻ്റെ ഇപ്പോഴുള്ള നിലവിലുള്ള സാഹചര്യത്തിലുള്ള സാലറി പാക്കേജ് വെച്ച് നമുക്ക് ചെയ്യാവുന്ന പൊസിഷൻസാണ്. ഇപ്പോൾ 4151 എന്ന് പറയുന്നത് സാലറി റിലേറ്റഡ് ആണെങ്കിൽ, അതുപോലെ 4159 എന്നൊക്കെ പറഞ്ഞത് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളാണ്. അതിനൊക്കെ 11.90 ആണ് ആക്ച്വലി റിക്വയർമെൻ്റ് ഉള്ളൂ. ഇനി ഇതെല്ലാ സാലറി റിക്വയർമെൻറ്റും ഇത്ര കുറവാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബേസിക്കലി ഒരു എംപ്ലോയറിനെ കണ്ടുപിടിച്ചതിന് ശേഷം ആ എംപ്ലോയർ നിങ്ങളെ ഹയർ ചെയ്യാൻ റെഡിയായതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ളൊരു ജോലികൾക്ക് നിങ്ങൾക്ക് വർക്ക് വിസ കിട്ടുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഹോം ഓഫീസിൽ ഇങ്ങനെയുള്ള വേക്കൻസീസ് അവിടെ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ പോലും ഇത്രയും കുറഞ്ഞ സാലറിക്ക് ആരെങ്കിലും നിങ്ങളെ ഹയർ ചെയ്യാൻ, ഈ ഡെസിഗ്നേഷൻസിലേക്ക് ഹയർ ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് വിസ അടിക്കാം എന്നുള്ളതൊരു ഫാക്റ്റാണ്. പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയുള്ള ഒരു എംപ്ലോയറിനെ നിങ്ങളവിടെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. പിന്നെ ഞാനിതിൽ പറയാൻ വിട്ടുപോയ ഒരു സെക്ഷനാണ് അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചറിസ്റ്റ്, അതുപോലെ ഫിഷിംഗ് തുടങ്ങിയുള്ള പ്രൊഫഷൻസ്. ഈ പറഞ്ഞ പ്രൊഫഷൻസിലൊക്കെ ഇത് ഏറ്റവും ലോവസ്റ്റ് മിനിമം സാലറി റിക്വയർമെൻറ്റിൽ നമുക്ക് അവിടെ വേക്കൻസീസ് ഉണ്ടെന്നുള്ളതാണ്. മെയിനായിട്ട് 5113, 5114, 5119 എന്നിങ്ങനെയുള്ള പല ഇതിലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. ഇത് മേക്ക് യൂസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സസാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും മാനേജ്മെൻറ്റ് എടുക്കുന്നു, ഞാനും മാനേജ്മെൻറ്റ് എടുത്തു എന്നുള്ളതല്ല. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും നഴ്സിംഗ് എടുത്തു, എനിക്ക് നഴ്സിംഗ് എടുത്താലേ അവിടെ ഒരു വർക്ക് വിസ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ലിസ്റ്റാണിത്. ഇത് 2025 സെപ്റ്റംബറിലേക്ക് നിങ്ങൾക്ക് ഈ ജോബ്സിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയ ഒരുപാട് കോഴ്സുകൾ UK അവൈലബിൾ ആണ്. വളരെ കുറച്ച് ജോലികളാണ്. ഇപ്പോൾ ഈ പ്ലംബർ, ഫിറ്റർ അല്ലെങ്കിൽ റൂഫ് ടൈലിസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് ജോബ്സ് ഒഴിച്ച് നിങ്ങൾക്ക് ഒരുപാട് വേക്കൻസീസ് അവിടെ അവൈലബിൾ ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട് കംപ്ലീറ്റ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ ഈ ഓപ്പൺ ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഞങ്ങളെ വാട്സപ്പിലാണെങ്കിലും ഇതേ നമ്പറിൽ വാട്സപ്പ് ഉള്ളതാണ്. നിങ്ങൾക്ക് ഞങ്ങളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് ചോദിച്ചു നോക്കാം. അതേപോലെ ഫ്രീ ഓഫ് കോസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ, അതേപോലെ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് പ്രോസസ്സിങ്ങും നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതാണ്. മറ്റൊരു രീതിയിലുള്ള ചാർജസും നിങ്ങളുടെ കയ്യിൽ നിന്നും ഞങ്ങൾ ഈടാക്കുന്നതല്ല. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഫുള്ള് കാണുക.